Mamma's dishwash liquid. Soft on hands. 1000 വട്ടം വിളിച്ചുകൂവി പറഞ്ഞപ്പോൾ ചില ശിങ്കടികളും ചില സംഘിക്കോമരങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ചില മാധ്യമങ്ങളും എടുത്തെടുത്ത് പറഞ്ഞു, ഇല്ല, BJP വന്നാൽ എല്ലാം ശരിയാകും എന്ന്. പലതവണ വിളിച്ചുകൂവി പറഞ്ഞു BJP വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ മുടിഞ്ഞു പോകും എന്ന്, ദാരിദ്ര്യം വീടുകളിലേക്ക് കടന്നു കയറും എന്ന്. അപ്പോഴൊക്കെ പലരും ഞങ്ങളോട് പറഞ്ഞു, ഇല്ല, എന്തായാലും BJP വരട്ടെ എന്ന്, ഞങ്ങളുടെ വോട്ട് BJPക്ക് എന്ന്. എന്താണ് നിലവിൽ സംഭവിച്ചത്? ജനങ്ങളെ സേവിക്കാൻ എന്ന് പറഞ്ഞു വന്നവർ സ്വന്തം അധികാര കസേര നിലനിർത്താൻ വേണ്ടിയിട്ട് സ്വതാൽപര്യങ്ങൾ സംരക്ഷിച്ച് കപടമുഖമണിഞ്ഞ് ജനങ്ങളോടൊപ്പമാണ് എന്ന് വിളിച്ചുകൂവി പറയുന്ന ഒരു ഭയാനകമായ ഭീകരതയുടെ പച്ചമുഖം നിങ്ങൾക്കിന്ന് കാണേണ്ടി വന്നില്ലേ? എന്താണ് നിലവിൽ ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നുള്ളത്? കർഷകരുടെ അവകാശങ്ങൾ നിഷേധിച്ചതുകൊണ്ട്, കർഷകരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ബില്ലുകൾ കൊണ്ടുവന്ന് കർഷകനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന പ്രവണത ബില്ലിലൂടെ BJP പുറത്തെടുത്തപ്പോൾ രാജ്യം കത്തുകയാണ്. ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും നടക്കുന്ന സംഭവ വികാസങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. കാരണം മാധ്യമങ്ങൾ മറച്ചു വെക്കുകയാണ്. BJPയെ പ്രതിരോധത്തിലാക്കേണ്ട എന്ന് കരുതി BJPയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന മാധ്യമ മേധാവികൾ ഈ വിവരങ്ങൾ വലിയ രീതിയിൽ നിലവിൽ പുറത്തു വിടുന്നുമില്ല. പറഞ്ഞു വരുന്നത് പഞ്ചാബിലും ഹരിയാനയിലും BJPയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പാർട്ടി ഓഫീസിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. BJPയുടെ നേതാക്കന്മാരുടെ പേര് വിവരങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ കർഷകർ തന്നെ നേരിട്ടിറങ്ങിയിരിക്കുന്ന വലിയ മുഹൂർത്തമാണ് പഞ്ചാബിലും ഹരിയാനയിലും നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഹർസിമ്രത് കൗർ എന്ന BJPയുടെ സഖ്യകക്ഷിയായിട്ടുള്ള അകാലിദളിന്റെ കേന്ദ്രമന്ത്രി രാജിവെക്കുന്നതിലൂടെയാണ് പ്രശ്നം പൊട്ടിപ്പുറപ്പെടുന്നത്. ജനങ്ങൾ എന്നാണ് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. അല്ല എങ്കിൽ അതാർക്കും അറിയില്ലായിരുന്നു. എന്താണ് കർഷക ബില്ല് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. കർഷകർക്ക് ന്യായമായ വില ലഭിക്കാനുള്ള മാർഗമാണ് എന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോൾ അതല്ല, മറിച്ച് കേന്ദ്രത്തിന്റെ കീഴിലുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് കർഷകരുടെ വിളകളെ ഇല്ലാതാക്കി കൊടുക്കുന്ന കേന്ദ്രത്തിന്റെ പച്ചയായ മുഖമാണ് ഈ ബില്ലുകൾ അർത്ഥവത്താക്കുന്നുള്ളത്. പറഞ്ഞു വരുന്നത്, ഈ വിവരം ജനങ്ങൾക്ക്, കർഷകർക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ BJPയുടെ സഖ്യകക്ഷിയായിട്ടുള്ള പഞ്ചാബിൽ വലിയ സ്വാധീനമുള്ള അകാലിദള് വളരെ വ്യക്തമായി പറഞ്ഞു, ആ ബില്ലുകൾ പുനർപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന്. എന്നാൽ ധാർഷ്ട്യത്തിന്റെ, അഹങ്കാരത്തിന്റെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറല്ല എന്ന് പറയുന്ന സംഘപരിവാറിന്റെ പേക്കൂത്തുകളുടെ ആ പച്ചയായ മുഖം ഈ ബില്ലിലും കാണാൻ വേണ്ടി സാധിച്ചു. ആ നിലപാട് അവർ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ കർഷകരുടെ വിഷയം ഉന്നയിച്ച സഖ്യകക്ഷിയായിട്ടുള്ള അകാലിദളിന്റെ വാദങ്ങൾക്ക് തക്കതായ മോശമായ മറുപടി BJPയുടെ നേതൃത്വം നൽകി. അങ്ങനെ കർഷകർക്ക് വേണ്ടിയിട്ട് വാദിച്ച BJPയുടെ സഖ്യകക്ഷി അകാലിദള് ഒരു തീരുമാനമെടുത്തു. ഒടുവിൽ അകാലിദള് BJPയുടെ സഖ്യകക്ഷിയിൽ നിന്ന് അഥവാ NDAയിൽ നിന്ന് പുറത്തുപോയ വിവരം കഴിഞ്ഞ ദിവസം പലരും ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. പറഞ്ഞു വരുന്നത്, BJPയുടെ പ്രവർത്തകർക്ക്, നേതാക്കൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പഞ്ചാബിലും ഹരിയാനയിലും നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രെയിൻ തടയുന്ന സമരം, അതുപോലെ തന്നെ ഗതാഗതം നിലവിൽ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ വലിയ സമരങ്ങൾ പഞ്ചാബിലും ഹരിയാനയിലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ഈ വാർത്ത വലിയ രീതിയിൽ പുറത്തുവിടുന്നില്ല. എന്തായാലും സംഘികളുടെ ചീഞ്ഞു നാറുന്ന ആ മുഖം പുറത്തു വന്നതോടുകൂടി പൊതുജനങ്ങൾ അവരുടെ വികാരം നിലവിൽ പ്രകടിപ്പിക്കുകയാണ്. സംഘികളെ കണ്ടു കഴിഞ്ഞാൽ നല്ല അടി കൊടുക്കാൻ തയ്യാറായി തന്നെയാണ് കർഷകർ നിലവിൽ പഞ്ചാബിലും ഹരിയാനയിലും തയ്യാറായി നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. Mamma's dishwash liquid. Soft on hands.